ഹലോ എവ്രി വൺ. അപ്പം ഒരു ദിവസത്തേക്ക് എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കാരണം എനിക്ക് കുറച്ച് ദിവസം പനിയായിരുന്നു. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് തൊട്ട് പനിയായിരുന്നു. ഇപ്പം മാക്സിമം കുറച്ച് കുഴപ്പമില്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നൊരു കുട്ടി വീഡിയോ ആണ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് മുന്നുള്ള വണ്ടിയുടെ ഇരപ്പ്. പരീക്ഷയ്ക്ക് മുന്നുള്ള കുറച്ച് പ്രിപ്പറേഷൻസ്, ഒരു തിടുക്കം. പല ടൈപ്പ് ഓഫ് ഉടനെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ട്രൈ ചെയ്യാം. വീഡിയോയിലോട്ട് പെട്ടെന്ന് തന്നെ കിടക്കാം, പെട്ടെന്ന് തന്നെ പോവാം, പെട്ടെന്ന് തന്നെ വരാം. ഹലോ അർപ്പിതേ, എന്താടി? ആഹാ, ഇപ്പൊ തന്നെ വരണോ ക്ലാസ്സിലാ? ഓക്കെ, ഇപ്പൊ തന്നെ വരാട്ടോ. ഇപ്പൊ വരാം. ആണോ? നീ എവിടെയെങ്കിലും പഠിച്ചാ? നാളെയാണ് എക്സാം. ഭാഗ്യം. പഠിച്ചോ? ഒരു ദിവസമേ. നീ കുറച്ച് നേരത്തിന് മുന്നേ എന്നെ അറിയിച്ചുണ്ടായിരുന്നോ? ഞാനിവിടെ തുറക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഞാൻ നിന്റെ കോള് നോക്കി. എന്താണ് അൺഎക്സ്പെക്റ്റഡ് കോള്? ഒട്ടും പ്രതീക്ഷിക്കാതെ. ഞാൻ വിചാരിച്ചു വിശേഷമൊക്കെ തിരക്കാനായിരിക്കുന്നു. നീ ഗ്രൂപ്പിൽ പോലും കണ്ടില്ല. ഗ്രൂപ്പ് ഞാൻ നോക്കിയില്ല. നോക്കട്ടോ. ശരിയടി, നീ ഏതാ പഠിച്ചോ? ഒന്നുമില്ലടി, ഞാൻ പെട്ടെന്ന് പഠിക്കാം. ശരി, ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പ് എടുത്ത് നോക്കാം. ഞാൻ നോക്കാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല ഉണ്ടോ? ശരി. അയ്യോ, എനിക്ക് പരീക്ഷയുണ്ടോ നാളെ? എനിക്ക് സബ്ജക്റ്റ് ആണ്. നോക്കാം. സ്റ്റുഡൻസ്, നാളെ എക്സാം ആണ്. കൺഗ്രാറ്റുലേഷൻസ്. എന്റെ പൊന്നോ, എന്റെ കൈ പോക്ക, അത് ഉറപ്പാണ്. മാത്സ് പൊന്നോ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കുറച്ച് പഠിച്ചില്ല. ഹലോ, അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാം ശ്രേയ കേട്ടോ. പിന്നെ എന്താ, നാളെ നമുക്ക് എക്സാം കേട്ടോ മാത്സിൻ്റെ. പിന്നെ അപർണ വിളിച്ചായിരുന്നു, അർപ്പിത അറിയിച്ചു കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. മാക്സിമം ഈ ഒരു കാര്യം എല്ലാവരിലോട്ടും എത്തിക്കാൻ, ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ശരി. എൻ്റെ പൊന്നു, പഠിക്കണോ? എനിക്ക് പഠിക്കാനും തോന്നില്ല. കുറച്ചേരും കൂടെ ഉറങ്ങിയിട്ട് പഠിച്ചാലോ? ഹലോ, എന്താടി? പിന്നെ ഞാൻ പഠിക്കുമായിരുന്നു. എത്ര മണിയായിരുന്നു? ഇതെത്ര നല്ല പഠിപ്പായിരുന്നു. ഒരു സിമ്പിളല്ലേ അടി? ഞാൻ ഇന്നത്തെ പോലെ തൊക്കത്തില്ലടി. ശരി. അയ്യോ, അപ്പം 12 കഴിഞ്ഞോ? ഞാൻ ഉറങ്ങിപ്പോയോ? 10 മണിക്കല്ലേ കിടന്നു? ഇത്രയും നോട്ട്സോ? ഇത്രയും കൂടി ഞാൻ എപ്പോ പഠിക്കും? പഠിച്ചാലോ? I have got the children to tell the notes to me. ഇങ്ങനെ പഠിക്കത്തില്ല. ഇതുവരെ മൂഡ് വന്നിട്ടില്ല. മൂഡ് വരുമ്പോൾ പഠിക്കാം. ഹലോ, എന്താടി? പറ. ഞാൻ ഭയങ്കര പഠിപ്പായിരുന്നടി. നീയോ? പിന്നെ നിന്നേക്കാൾ ഞാൻ മാർക്ക് പിടിക്കും. മറ്റേ അപ്പുറത്തെ ബാച്ചുകാരില്ലേ, അവര് മുഴുവൻ കോപ്പി അടിക്കാരറിയാമോ? ഞാൻ കോപ്പി അടിക്കത്തോന്നു. കോപ്പി അടിച്ചിട്ട് വേണം, ടീച്ചർ പിടിച്ചിട്ട് വേണം എനിക്കിട്ട് പണി കിട്ടാൻ. എൻ്റെ പൊന്നോ, ഞാനില്ല, എന്നെ വിട്ടേക്ക്. വേറെ ആരോടെങ്കിലും ഞാൻ ഒരു കോപ്പി അടിക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുമില്ല. ഞാൻ ആരുടെയും കയ്യിൽ കോപ്പി അടിക്കുന്നുമില്ല. കോപ്പി അടിച്ച് എനിക്കിട്ട് ടീച്ചർ കിട്ടും. ശരി. എന്താണെന്ന് അവർക്കറിയാം. ഇനിയിപ്പോൾ പഠിച്ചേക്കാം.
കിട്ടി. ഒരു റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് പഠിച്ചേക്കാം. സൂപ്പർ സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പഠിക്ക് പറഞ്ഞു സാധനം റെഡി കുറച്ചു കഴിഞ്ഞാൽ പഠിക്കാം. മോളിവിടെ പഠിക്കുവാണോ അതോ ഫോൺ ചാറ്റ് ചെയ്തോണ്ടിരിക്കുവാണോ? മര്യാദക്ക് പഠിക്കണി. ഇവിടെ പറ്റിയ സമയം നാളെയല്ലേ എക്സാം. പെട്ടെന്ന് പഠിച്ച മാർഗം കുറഞ്ഞാലാ. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയപ്പോഴേ എന്റെ ബോധം പോയി. മര്യാദക്ക് പഠിച്ചേ. ആനിപ്പോ ജോലിയൊന്നും ചെയ്യണ്ട, പഠിക്കാതിരിക്കാൻ അട്ടവെടുത്തിരിക്കുകയാണ്. ഇപ്പൊ നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന നല്ല പഠിക്കുന്ന പിള്ളേർ വരെ ഇപ്പൊ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കുവായിരിക്കും. നിനക്കുള്ളോ പിന്നെ പഠിച്ചോളൂ പിന്നെ പഠിച്ചോളൂ എന്ന് 1000 വട്ടമായിട്ട് നീ പറയാണല്ലോ. മര്യാദക്ക് പഠിച്ചേ, അല്ലെങ്കിൽ നിന്റെ ഫോൺ എടുത്ത് തോട്ടിക്കളെ. ഞാനിനി വരുമ്പോഴും നീ ഫോൺ കാണുന്നതാണ് കാണുന്നെങ്കിലാ നിന്റെ ഫോൺ എടുത്ത് കണ്ടെത്തിക്കളെ. പിന്നെ നീ ഫോൺ തോന്നത്തില്ല. ഞാൻ പഠിക്കുന്ന നമുക്കല്ല പഠിച്ചേക്കാം. മെസ്സേജ് ഹലോ, ഞാൻ പഠിച്ചോണ്ടിരിക്കുവാടി. അയ്യോ അമ്മ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. ഞാൻ പഠിച്ചിട്ടു. നീ പഠിക്കുവാണോ ശ്രേ? ഞാൻ പഠിക്കുവാണമ്മേ. ഇതാണോ നിന്റെ പഠിത്തം? നീ പഠിക്കുവാണെന്ന് പറഞ്ഞ് ഉറങ്ങുവാണോ? നിനക്ക് അല്ലേലും ഉറക്കം വരുന്നേ. പുറത്തങ്ങനെ പോയിരുന്ന് പഠിക്കേ. ഇരുന്ന് അമ്മയെ പഠിച്ചേ. എന്റെ അടുത്ത് വേണ്ട കേട്ടോ, നിലത്തടിക്കെടുത്ത്. നീ പഠിച്ച എത്രമാത്രാണ് ഞാൻ ചോദിക്കട്ടെ? വേണ്ട വേണ്ട അമ്മേ, പഠിച്ചില്ല. ഞാൻ ചോദിക്കും. എനിക്കറിയാം എന്ത് ചോദിക്കും. അത് പിന്നെ അമ്മ ഒരു കാര്യം. What similarities do you find between Appu and Durga? അത് പിന്നെ ask him. എനിക്കറിയാം പഠിച്ചു. നിന്റെ ഫോൺ കാഴ്ച ഇങ്ങോട്ട് എടുത്തടി. അല്ലമ്മ ഇനി ഞാൻ പഠിച്ചോളാം. നീ പഠിക്കും അത്ര നിന്നെ കാണിച്ചിരുന്നു. ഒരു മിനിറ്റ്, ഒരാൾ ഒരു താടി അർപ്പിതാണ് വിളിക്കുന്നത്. ഇപ്പൊ അവിടെ കാണിച്ചു. ഹലോ ശ്രേ. ശ്രേയ അല്ല മോളെ, ശ്രേയ ഇവിടെ ഉണ്ട്. ശ്രേയുടെ അമ്മയാണ്. ഇതിന്റെ ബാക്കി ഞാൻ പാർട്ട് 2 ഉടനെ തന്നെ ഇടാൻ. ടു ബി കണ്ടിന്യൂ.